നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രോഗം, ദുരിതം, കടം. രോഗം, ദുരിതം, കടം ഇവ തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതൊക്കെ നമ്മൾ വയ്ക്കാം. അതിന് ഓരോ സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞ് ഇത് പടർന്നു വരുമ്പോഴത്തേക്കും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഐശ്വര്യത്തിന് കണക്കുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലല്ല, നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 6 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വടക്ക് ഭാഗത്തേക്ക് ചില്ല് വന്നു കഴിഞ്ഞാൽ ആ വീട്ടില് എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോകും. വടക്കുന്ന കുബേരന്റെ എനർജി നമുക്ക് കിട്ടില്ല, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ കുറെ അധികം സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ശാസ്ത്രീയമായ മറുപടി മാത്രം പറഞ്ഞാല്. നമസ്കാരം, നവഭാരത് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വാസ്തുശാസ്ത്രപരമായ കുറെ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഇതിലൂടെ പറയുന്നത്. വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും, ഓരോ കാരണങ്ങൾ, ഓരോ ലക്ഷ്യങ്ങൾ, നമ്മളിതെല്ലാം നിറവേറ്റപ്പെടുവാനായിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന അവസരത്തില് നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രോഗം, ദുരിതം, കടം. രോഗം, ദുരിതം, കടം ഇവ തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരാള് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വീട്ടില് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും, രോഗങ്ങൾ വരും, അതിലൂടെ കടബാധ്യത വരും. പിന്നെ ഈ കടബാധ്യത വർദ്ധിക്കും, കടം വീട്ടുവാനുള്ള ഓട്ടത്തിലാവും. നമ്മുടെ വീട്ടിലെ ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് വാസ്തുവിലെ ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ ചില തിരിമറികളാണ്. നിങ്ങൾ വീട്ടിനുള്ളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പരിപാടികൾ, അത് ചിലപ്പോൾ നിർമ്മിതിയാകാം, ഉപനിർമ്മിതിയാകാം, അതല്ല പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്ന വസ്തുക്കൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടാകാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് വീട്ടില് അനർത്ഥങ്ങൾ കുമിഞ്ഞുകൂടാറുണ്ട്. വന്നുകൂടുന്ന ഒന്നോ രണ്ടോ അല്ല, ചില വീടുകളിൽ ചെന്നാൽ അനേകമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്നും ദുരിതം, കുട്ടികൾക്ക് അസുഖം, ഗ്രഹനാഥന് അസുഖം, അതൊന്നും അല്ലെങ്കിൽ അവരുടെ അമ്മയ്ക്ക് അസുഖം. ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കതൊന്ന് പഠിച്ച് നോക്കി ആ വീട്ടിൽ വേണ്ട ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്നും നമ്മുടെ ഇതെല്ലാം മാറ്റിയെടുത്ത് കടങ്ങൾ ഒഴിവാക്കിയെടുക്കാം. കടങ്ങള് ക്രമമായി ചിട്ടപ്പെടുത്തി എത്ര തന്നെ കടങ്ങളുണ്ടെങ്കിലും നമുക്ക് വളരെ എളുപ്പം കടത്തിൽ നിന്ന് മോചനം വരാവുന്ന ചില പ്രകൃതികളുണ്ട്. ചില വീടുകൾ പക്ഷെ എത്ര ചെയ്താലും നമുക്ക് പറ്റില്ല. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ചില ജ്യോതിഷപരമായിട്ട് ചില പോക്കുവരുത്ത് എന്നൊക്കെ പറയും, എങ്കിലും അത് ആ വീടിന്റെ ഭൂമിയുടെ ചില ഘടനയുടെ എനർജിയുടെ ഫ്ലോയ അല്ലെങ്കിൽ ആ എനർജിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ക്രമപ്പെടുത്താനായിട്ട് ചില വീട് ചടങ്ങുകൾ ചെയ്യേണ്ടതുണ്ട്. പൂജയും ആവാഹനയും മന്ത്രമൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ വീട്ടിൽ പോയിരുന്ന് ചെയ്ത് നമുക്ക് ആ വീടിനെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലിയുടെ തടസ്സങ്ങളോ വിദ്യാഭ്യാസ തടസ്സങ്ങളോ കുട്ടികളുടെ പ്രശ്നങ്ങളോ ഇതെല്ലാം മാറ്റിയെടുക്കാം. സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാക്കാം, കടങ്ങൾ തീർക്കാം. നിങ്ങളുടെ എന്താണോ തടസ്സം, എന്താണോ പ്രശ്നം, അത് നമുക്ക് വീട്ടിൽ വന്ന് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ പ്രശ്നം ആയിരിക്കില്ല അടുത്ത ആൾക്ക്. നമ്മളിപ്പോ കോമൺ ആയിട്ട് പറയാനാണെങ്കിൽ കോമൺ വീടിന്റെ കന്നിമൂലയിലെ കുഴിവോ, അഗ്നികോണിലെ കട്ടിങ്ങോ, അഗ്നികോണിലെ കുഴിവോ, അഗ്നികോണിലെ ജലങ്ങളുടെ ഇത് കൂടുതലോ, ജലം കൂടുതൽ വന്നാൽ ആ വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടാകും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഇറങ്ങി പോകുന്ന എനർജി, അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം തുറന്നിങ്ങനെ തുറസായിട്ട് കിടക്കുന്ന വീടുകളിൽ സകലതും നശിച്ച് ഇറങ്ങിപ്പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്ന് കണ്ട് പടിപടിയായിട്ട് ഉയർത്തിയെടുത്ത് ഏതാണ്ട് ഒരു 9 മാസമെങ്കിലും എടുക്കും ഒരു നിലവാരത്തിലേക്ക് എത്തിയെടുക്കാൻ. അത് നമുക്ക് എല്ലാ വീട്ടിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു വീടെന്നല്ല, എല്ലാവരും കുബേരന്റെ വീട്ടുകാരായിട്ട് മാറണം, കുബേരനായിട്ട് ജീവിക്കണം, കുബേരനെ പോലെ ജീവിക്കണം. എല്ലാവരിലേക്കും ധനങ്ങൾ വന്നു ചേരണം. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേർന്ന് എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കാനായിട്ട് വാസ്തുശാസ്ത്രത്തിൽ കുറെ അധികം പൊടിക്കൈകളുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിസ്സാരമായിട്ട് ഒരു ബക്കറ്റ് വെള്ളം വെച്ച് പോലും നമുക്ക് പല രീതിയിലുള്ള ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീടിന്റെ പുറത്ത് നടുന്ന ചെടികൾ, തുളസി, തുമ്പ, ചെത്തി, മറ്റ് റോസ്, മറ്റ് ഫ്ലവേഴ്സ് എല്ലാം കൂടാതെ
തോട്ടങ്ങൾ, വെണ്ട, വഴുതന, പയർ, ഇതൊക്കെ നമ്മൾ വെക്കാം. അതിന് ഓരോ സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞ് ഇത് പടർന്നു വരുമ്പോഴത്തേക്കും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഐശ്വര്യത്തിന് കണക്കുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലല്ല, നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 6 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ആ വീട്ടിൽ ഭയങ്കര സമ്പത്തിനെ എന്നും വരുത്തിക്കൊണ്ട് നമ്മളിലേക്ക് സമ്പത്ത് ഇങ്ങനെ എന്നും വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകാം. നമ്മൾ കത്തിക്കുന്ന വിളക്കുകൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, അതിന്റെ കളറുകൾ, വീട്ടിലെ ഭിത്തികളിൽ അടിച്ചിരിക്കുന്ന കളറുകൾ, ഇവൻ അലമാരി എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അലമാരിയുടെ ചില്ല്, വടക്ക് ഭാഗത്തേക്ക് ചില്ല് വന്നു കഴിഞ്ഞാൽ ആ വീട്ടില് എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോകും. വടക്കുന്ന കുബേരന്റെ എനർജി നമുക്ക് കിട്ടില്ല, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ കുറെ അധികം സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ശാസ്ത്രീയമായ മറുപടി മാത്രം പറഞ്ഞാല് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% നല്ല രീതിയിലുള്ള പ്രയോജനം ഉണ്ടാക്കി തരാൻ സാധിക്കും. ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.